ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് ടേസ്റ്റ് ബഡ്സ്. ഇന്ന് നമ്മൾ വേറെ ഒരു സ്പെഷ്യൽ വെറൈറ്റി അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ അതിനെ ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെളുത്തുള്ളി ക്ലീൻ ചെയ്തു. ഇത് കായം, ഇത് കറിവേപ്പില, ഇത് ഇഞ്ചി. ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഒരു സാധനമാണ്. ഇതാണ് സ്പെഷ്യൽ സാധനം. അപ്പോൾ ഇതാണ് ചാമ്പയ്ക്ക. അതിനെ ഉപ്പ് പുരട്ടി വെയിലത്ത് വെച്ച് ഒരു 4 ദിവസത്തെ ഉണക്കിയതാണ്. പിന്നെ ഇത് ഉണക്കിയത് പ്ലാസ്റ്റിക്കിലൊന്നും ഇട്ടിട്ടല്ല, സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടായിരുന്നു. 12 പ്ലേറ്റിനകത്തിട്ട് ഉണക്കിയത്. ഇപ്പോൾ എന്താണ് ഇങ്ങനെയുള്ളത്. ഞാൻ പ്ലേറ്റും കൂടെ പിന്നെ കാണിച്ചു തരാം എത്രയും വലിയ പ്ലേറ്റ് ആയിരുന്നു. അപ്പം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കിടക്കാൻ ഉണ്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ലെന്ന്. കാരണം വെച്ചാൽ എനിക്ക് വീഡിയോ പിടിക്കണ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ചാമ്പയ്ക്ക 2ാമത് പൂത്തിട്ട് നല്ലപോലെ കായ്ച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളത് പ്രോസസ്സ് കാണിക്കാൻ പറ്റും. കണ്ടോ, ആദ്യം വന്നതൊക്കെ നല്ല വലുതായിരുന്നു. ഇപ്പോഴത്തെ കുഞ്ഞ് പക്ഷേ നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ, ഇതാ ഇത്രയും വലിയ പ്ലേറ്റാണ്. ആക്ച്വലി എൻ്റെ കിണറിന് മുകളിൽ വെച്ചിരിക്കുക. കാരണം നല്ലപോലെ ക്ലൗഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതുപ്പ്, ഇതതിൻ്റെ കുരുവാണ്. നമ്മളിങ്ങനെ പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കുരുവൊക്കെ എടുത്ത് ദൂരെ കളയണം. എന്നിട്ട് ഇത് കണ്ടോ, ഒരെണ്ണത്തിന് 4 കഷ്ണമാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ടിങ്ങനെ നമുക്ക് ഉപ്പ് പുരട്ടിയിട്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് പുരട്ടാം. ഇത്രയും ഉപ്പ് പുരട്ടിയിട്ട് ഇനി ഉണക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ ഇതിനെ ഉണക്കാൻ വെക്കുന്നില്ല. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ കഴിക്കാൻ പോകണം. നല്ല ടേസ്റ്റ് അതിനെ. കണ്ടോ, പ്ലേറ്റ് ഉണ്ടോ ഇത്രയും പോലെ. അപ്പോൾ ഇതുപോലത്തെ 12 പ്ലേറ്റിനകത്താണ് ഞാൻ ഇട്ടിരുന്നത്. ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ 6 പ്ലേറ്റിനകത്ത് മാറ്റി, പിന്നെ അത് 3 പ്ലേറ്റിനകത്ത് മാറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനെടുത്ത് അച്ചാറിട്ടു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിനെ ഉണക്കേണ്ടത്. ഇങ്ങനെയാണ് ചാമ്പയ്ക്ക ഉണങ്ങിയ സാധനം. ഈ എണ്ണയ്ക്കകത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം തവ ചീനച്ചട്ടി ചൂടായിട്ടിരിക്കുകയാണ്. എണ്ണത്തോട്ട് എണ്ണ ഒഴിക്കാൻ പോവാം. അപ്പോൾ ഈ എണ്ണ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് ഒഴിച്ചു. ഇനിയും ഒന്ന് ചൂടാകാനായിട്ട് നിൽക്കാം. നമ്മൾ അതിനകത്ത് ആദ്യം ഈ വലിയ കഷ്ണം കായമായ കൊണ്ട് അതിനെ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും. അപ്പോൾ ഇതിനെ നമ്മൾ കോരിയെടുത്തു. ഇനി അടുത്ത അതിനകത്ത് ഓരോ സാധനങ്ങൾ, ഈ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇടാൻ പോവാണ്. ഇനി അടുത്തത് അതിനകത്ത് കടുകിട്ട് പൊട്ടിക്കാൻ പോവാം. ഒരു സ്പൂണും കൂടെ കടുക് കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ കടുക് ഏകദേശം പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിനകത്ത് ഇടാൻ പോകുന്നത് കറിവേപ്പില. അടുത്തത് ഇഞ്ചി ഇട്ട് മൂപ്പിക്കാൻ പോവാണ്. ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി കൂടെ ഇട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് വരുന്നതേ ഉള്ളൂ. ഏകദേശം 1 മിനിറ്റും കൂടി എടുക്കും. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. പിന്നെ പണി കിട്ടും നമുക്ക്. അടുത്തതായിട്ട് നമ്മൾ 1 ടീസ്പൂണാണ് ഉപ്പും കൂടി ഇടും. കാരണം നമ്മൾ ചാമ്പയ്ക്ക ഉണക്കാൻ നേരത്ത് ഉപ്പ് ഇട്ടിട്ടാണ് അതിനെ ഉണക്കിയിരുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ അതിനകത്ത് ഇടാൻ പോകുന്നത് മഞ്ഞളാണ്. 1 ടീസ്പൂൺ മഞ്ഞൾ. ഇതാണ് മുളക് പൊടി. ഒരു 4-5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നല്ല എരിവുള്ള മുളകും. ഞങ്ങളിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിനകത്ത് നമ്മളുടെ ഉണക്കി വെച്ചേക്കുന്ന ചാമ്പയ്ക്കയും ഉലുവാപ്പൊടിയും കായവും പിന്നുള്ളത് വിനാഗിരി, ഈ 4 സാധനം കൂടെ ഇടാനുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സാധനം വന്നിട്ട് ഇളക്കിയെടുക്കാം. ഇനി അതിനകത്ത് 1 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ്. ഉലുവ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നതാണ്. അത് കൂടിയിട്ട് ഗ്യാസ് ഇപ്പോഴും ഓഫ് തന്നെയാണ്, നോക്കിയിട്ടില്ലേ. ഇനി നമ്മൾ അതിനകത്ത് ഇടാൻ പോകുന്നത് കായം പൊടിയാണ്. കായം പൊടിച്ച് വെച്ചിട്ടുണ്ട്.
വറുത്തെടുത്തത്. ഇനി നമ്മൾ പൊടിച്ച് ഇനിയും അതാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഇനി നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉള്ള ചാമ്പയ്ക്ക ഉണക്കി വെച്ചത് ഇതിനകത്ത് കുറേശ്ശെ ഇട്ട് ഇളക്കാൻ പോകണം. മിക്സ് ചെയ്തിട്ട് കുറച്ച്, ഇപ്പോഴും ഗ്യാസ് ഓഫ് തന്നെയാണ്, നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല. ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അവസാനം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കി വെക്കും. കാരണം ഇപ്പോൾ ഇത് നല്ല ഉണക്കല്ലേ, ഒന്ന് വേഗണ്ടേ, കുറച്ചൊന്ന് സോഫ്റ്റ് ആകണ്ടേ അത്. അല്ലെങ്കിൽ നമ്മൾ വേണ്ടവർക്കും ഒക്കെ കഴിക്കാനായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർ വിചാരിക്കുന്നത് കല്ല് കൊടുത്തൊന്നും മതി. അപ്പോൾ അതിനായിട്ട് ഇളക്കി സോഫ്റ്റ് ആകുന്നവരെ ഇടണം. നമ്മുടെ ഇത്രയും ഉണ്ട്. ഇളക്കി കഴിയുമ്പോൾ ഒന്ന് മിക്സാക്കിയിട്ട് ഇതൊക്കെ ഗ്യാസ് ഒന്ന് ചൂടാക്കി ഇളക്കിക്കൊണ്ടിരിക്കും. ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മളതിനെ ഇനി ഇങ്ങനെ ഇളക്കി, കാരണം അവിടുത്തെ എല്ലാ മസാലയും പിന്നെ എണ്ണയും എല്ലാം ഒന്ന് പിടിക്കണ്ടേ. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അതിനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതാണ് വിനാഗിരി. നമ്മൾ ഈ പാത്രത്തിന് അരപ്പാത്രം വിനാഗിരി എടുത്തിട്ടുണ്ട്. അതിനെ ഇളക്കി ഒഴിച്ച് ഇളക്കിയെടുക്കാൻ പോവാണ്. ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇളക്കി. അപ്പം നമ്മളുടെ ചാമ്പയ്ക്ക ഉപ്പ് പുരട്ടി ഉണക്കിയതിൻ്റെ അച്ചാർ റെഡി. എല്ലാം നല്ലപോലെ മിക്സാക്കി എടുക്കണം. അടിപൊളി. നമ്മളിങ്ങനെ ഇളക്കി കാരണം എല്ലായിടത്തും അതൊന്ന് മിക്സ് ആകണ്ടെങ്കിലല്ലേ അതിൻ്റെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഇക്കൊല്ലത്തെ വിഷു സ്പെഷ്യൽ. സോ നിങ്ങളും കൂടി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. ചാമ്പയ്ക്ക സീസൺ അല്ലേ, ചാമ്പയ്ക്ക ഉപ്പ് പുരട്ടി വെളുത്തിട്ട് ഉണക്കാം. ആ വീഡിയോ ആക്ച്വലി പിടിക്കാൻ മറന്നുപോയതാണ്. ഇങ്ങനെ അച്ചാറിട്ട് വീഡിയോ പിടിക്കണം യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണങ്ങി കന്നു കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് അതിനെ കാണാനും. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ്. ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. സോ ആസ് ഐ ഓൾവേസ് സേ, കുക്കിംഗ് ഈസ് എൻ ആർട്ട്. കുക്ക് ഇറ്റ് വിത്ത് ലവ്, eat it with love, serve it with love, and serve it with a smile. Those who are watching our channel for the first time, like, share, comment and subscribe. Jai Hind, and wishing you all a very happy and prosperous Vishu in advance. Thank you and Jai Hind.